നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ ഡ്രൈവറെ കത്തികൊണ്ട് കുത്താൻ ശ്രമം. ഡ്രൈവർ TP സുനിലിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. കുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്തു. CPI-യിലെ വിഭാഗീയത പോരാടാൻ ഉറച്ചു വിമതർ. പാർട്ടി പുറത്താക്കിയ പാലോട് മണികണ്ഠൻ സെക്രട്ടറിയായി സേവ് CPI-ക്ക് രൂപം നൽകി. പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ വൻ ആൽമരം കടപുഴകി വീണു. കുന്നപ്പള്ളിയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു. ആളപായമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറാംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. നിരവധി മഹല്ലുകളുടെ ഗാസിയാണ്. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽ എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ജേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ ഡ്രൈവറെ കത്തികൊണ്ട് കുത്താൻ ശ്രമം. KSRTC ഡ്രൈവർ TP സുനിലിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്തു. രാവിലെ 5 മണിക്ക് എറണാകുളം സർവീസ് പോകുന്നതിനായി ഡിപ്പോയിൽ എത്തിയതായിരുന്നു KSRTC ഡ്രൈവർ TP സുനിൽകുമാർ. സുനിൽകുമാർ വന്ന കാർ പാർക്ക് ചെയ്യുന്നതിനായി തടസ്സമായി നിന്നിരുന്ന ഓട്ടോറിക്ഷ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചു. ധൈര്യം വിടാതെ സുനിൽകുമാർ കത്തികൊണ്ട് കുത്തുന്നത് തടയുകയും ഓട്ടോ ഡ്രൈവറെ പിടിച്ചു നിർത്തുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വെഹിക്കിൾ സൂപ്പർവൈസർ K ഗിരീഷ് കുമാർ, ഡ്രൈവർ ഷംസുദ്ദീൻ എന്നിവർ ഓടിയെത്തി ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. 5 മണി എറണാകുളം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ തിങ്കളാഴ്ച ഭയങ്കര തിരക്കാവും. ആളുകൾ സ്ഥിരം യാത്രക്കാരല്ല. ഒരു ട്രെയിനിനൊക്കെ പോകാൻ കറക്റ്റായിട്ട് തൃശ്ശൂർക്ക് പോകണമല്ലോ. അപ്പോൾ സമയം വൈകാൻ പാടില്ല. അത്ര കറക്റ്റ് ഓടണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെടുത്ത് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് തെറി വിളിച്ചു. തല അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ നീട്ടി ഹോണടിച്ചപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ തെറി വിളിച്ചപ്പോൾ ഞാൻ ഇയാളെടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ വണ്ടി മാറ്റി, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്, എനിക്ക് വണ്ടി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒന്ന് മാറ്റിക്കൊണ്ടായിരുന്നു. അതിലോ ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ കോളറിനെ പിടിച്ചിട്ട് അന്നൊന്ന് കുത്തി കൊന്നു കഴിഞ്ഞാൽ പോലും ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഒലക്കാൻ വെച്ചാൽ കാട്ട്, ഇത് വണ്ടി ഒന്ന് മാറ്റിക്കൊണ്ടാ, എനിക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഡ്യൂട്ടി. കാരണം അപ്പോൾ 10 മിനിറ്റ് ഉള്ളൂ. ഈ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് വണ്ടി ട്രാക്കിൽ പിടിക്കണം. അപ്പോൾ ആ സമയം വൈകുക കാരണം ഇതിലേക്ക് അല്ല ഞാൻ ശ്രദ്ധിക്കണം. എനിക്ക് എൻ്റെ ഡ്യൂട്ടി പ്രശ്നമായതുകൊണ്ട് അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് അയാളുടെ ഓട്ടോറിക്ഷയുടെ ഈ ഇതിൻ്റെ അടിയിൽ നിന്ന് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു സാധനം എടുത്തു വന്നു. അപ്പോൾ ഞാൻ കരുതി ലിവറാവും, വണ്ടി അടിച്ച് പൊളിക്കുന്ന കരുതിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തെത്തിയപ്പോൾ കത്തിയാണ്. അതുകൊണ്ട് എടുത്ത് കുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചിട്ട് ഞാൻ പിടി വിട്ടിരുന്നെങ്കിൽ എന്നെ കുത്താൻ വേണ്ടി വന്നതാണ്. ആ പിടി വിട്ടിരുന്നെങ്കിൽ എന്നെ കുത്തിയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ സാറും ഗിരീഷ് സാറ് വന്നു. പിന്നെ നമ്മളെ കൂട്ടുകാരൻ ഷംസുദ്ദീൻ ഡ്രൈവറുണ്ട്, മറ്റേ താമരശ്ശേരിയല്ലേ, അദ്ദേഹം വന്ന് പിടിച്ച് അവിടെ പിടിച്ച് മറ്റേ CIയുടെ ഓഫീസിൽ കൊണ്ടുപോയി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് ഇടപെട്ട് അവരെ കൊണ്ടുപോയി. കത്തികൊണ്ട് ആക്രമിക്കുന്നത് തടഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർ സുനിൽകുമാറിന്റെ കൈക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലെ ഡ്രൈവറെ കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഡിപ്പോയിൽ KSRTC ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. വിവിധ യൂണിയൻ നേതാക്കളായ VK സുരേന്ദ്രൻ, KC ശശീന്ദ്രൻ, CP ബാബുരാജ്, K അഷ്റഫ്, മനോജ് ലോക്കയിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാലക്കാട്ടെ CPI-യിലെ വിഭാഗീയത. സേവ് CPI പാർട്ടി പ്രഖ്യാപിച്ച വിമത വിഭാഗം. മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പാലോട് മണികണ്ഠൻ സെക്രട്ടറിയായി 45 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. സംശുദ്ധ രാഷ്ട്രീയവും അഴിമതിയും എന്ന വിഷയത്തിൽ മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാറിലാണ് പ്രഖ്യാപനം നടത്തിയത്. CPI മുൻ ജില്ലാ കൗൺസിൽ അംഗം കോടിയിൽ രാമകൃഷ്ണൻ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം R രാധാകൃഷ്ണൻ എന്നിവരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായും തീരുമാനിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കിയാൽ അവരെല്ലാം മറ്റു പാർട്ടികളിൽ ചേരുമെന്ന വ്യാമോഹം വേണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സേവ് CPI പാർട്ടി പ്രഖ്യാപനം നടത്തിയ പാലോട് മണികണ്ഠൻ പറഞ്ഞു. ഈ ജില്ലയിൽ എല്ലാ സ്ഥലത്തും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവ് സിപിഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ ഉണ്ടാക്കും. നീ ധരിക്കുന്നത് പോലെ ഈ ഇരിക്കുന്നവരും ഇതിന്റെ ഒപ്പം സഞ്ചരിക്കുന്നവരും നാളെ കോൺഗ്രസിലോ BJPയിലോ പോയി ശല്യം ഒഴിവാകുമെന്നാണ് മോനെ ധരിക്കുന്നതെങ്കിൽ ആ പൂതി അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഞങ്ങൾ CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ BJPയിലേക്ക് പറഞ്ഞേക്കാൻ ഞങ്ങൾ ജോർജ് അച്ഛന്മാരല്ല, ഞങ്ങൾ CPIക്കാരാണ്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുന്നതോട് ശല്യം തീരുമെന്ന് കരുതണ്ട. ഞങ്ങൾ അഴിമതിക്കാർക്കും കെടുകാര്യസ്ഥർക്കുമെതിരെ ഒന്നാന്തരം പോർവിളികളുമായി ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ, പാലക്കാട് ജില്ലയിൽ തന്നെ, വിവിധ മണ്ഡലങ്ങളിൽ തന്നെ ഞങ്ങൾ ഉണ്ടാകും. തിരുത്തൽ ശക്തിയായി സേവ് CPI പാർട്ടി ജില്ലയിലുടനീളം പ്രവർത്തിക്കും. തങ്ങൾ വിമതരല്ല, പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. കാട്ടുകള്ളന്മാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മണികണ്ഠൻ പറഞ്ഞു. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനമല്ല എന്ന് അവരോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ പത്രസുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിമതന്മാരേ അല്ല. പത്രത്തിൽ വരുന്ന വാർത്ത അങ്ങനെയാണ്, വിമതന്മാരെന്ന. ഞങ്ങൾ വിമതന്മാരേ അല്ല. നിങ്ങൾ അന്വേഷിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയമാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയത്ത് പാർട്ടിയുടെ പിളർപ്പ്, ആ പിളർപ്പിനു ശേഷവും CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മഷിയിട്ട് തരഞ്ഞാൽ പോലും ഭാരതപ്പുഴയുടെ ഇപ്പുറത്ത് കാണാൻ കഴിയില്ല എന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞവന്റെ മുമ്പിൽ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരും നടപടി നേരിടുന്നവരുമായ നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു. സെമിനാർ ഇപ്റ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. R രാധാകൃഷ്ണൻ കുഴൽമന്ദം അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കോടിയിൽ രാമകൃഷ്ണൻ, CK അബ്ദുറഹ്മാൻ, സീമ കോങ്ങശ്ശേരി, PK സുഭാഷ്, മുൻ നേതാക്കളായ VP റഷീദ്, എൽദോ, സുനിൽ, ഷിബു കുര്യൻ, മാനു പട്ടാമ്പി, VT ഗംഗാധരൻ, മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ പാലച്ചോട്ടിൽ വൻ ആൽമുരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞും വീണു. കനത്ത മഴയിലും കാറ്റിലും പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ മാലാപ്പറമ്പ് പാലച്ചോട്ടിൽ വൻ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണു. തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപതിച്ചു. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആൽമരം മുറിച്ചു നീക്കി. സിവിൽ ഡിഫൻസ് ഫോഴ്സും പങ്കാളികളായി. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു വീണു. മുറിവത്തുപറമ്പ് ഹംസ എന്നിവരുടെ വീടിനോട് ചേർന്നാണ് ഉയർന്ന ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീണത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. നിരവധി മഹല്ലുകളുടെ ഖാദിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശവറ അംഗവും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായിരുന്നു KPC തങ്ങൾ വല്ലപ്പുഴ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. 1977 മുതൽ 1984 വരെ ചെമ്മൻകുഴിയിലും 1984 മുതൽ 1990 വരെ ചെറുകോടും 1997 മുതൽ 2002 വരെ മേലെ പട്ടാമ്പിയിലുമായി 25 വർഷം ദർസ് നടത്തി. നിലവിൽ വല്ലപ്പുഴ ദാറുന്നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ പ്രിൻസിപ്പളാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. 2008 സമസ്ത കേന്ദ്ര മുശവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ്, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ്, പഠനം നടത്തിയ സ്ഥാപനങ്ങളായ പട്ടിക്കാട് ജാമിയ നൂരിയ, പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് എന്നിവിടങ്ങളിലെ സബ് കമ്മിറ്റി ചെയർമാനായും, വല്ലപ്പുഴ ദാറുൽ ഇസ്ലാം യത്തീംഖാന കമ്മിറ്റി കൺവീനർ, വല്ലപ്പുഴ ദാറുന്നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് ചെയർമാൻ, വാണിയംകുളം മാനു മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ് കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു വരുന്നു. നിരവധി മഹല്ലുകളുടെ ഖാസിയാണ്. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് വല്ലപ്പുഴ ദാറുൽ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ നടക്കും. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രതിപക്ഷ നേതാവിനെയും UDF MPയെയും വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചു. പദ്ധതിക്ക് വഴിയൊരുക്കി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചും UDF മണ്ഡലം കമ്മിറ്റി മണ്ണർക്കാട് സമരം സംഘടിപ്പിച്ചു. DC സെക്രട്ടറി P അഹമ്മദ് അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്നും തുടക്കത്തിൽ പദ്ധതിക്കെതിരെ CPM എതിരായിരുന്നുവെന്നും P അഹമ്മദ് അഷറഫ് പറഞ്ഞു. അഴിമതി തെളിയിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ അഴിമതി തെളിയിപ്പിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. അങ്ങനെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ
ഈ പദ്ധതി ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഭരണകൂടമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടേത് എന്നാണ് ഉമ്മൻചാണ്ടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ലോബി ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്തെല്ലാം. അതുപോലെ ഇവിടെ ഏത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആരോപണങ്ങളില്ലാത്തത്? നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ നമുക്കറിയാലോ, അന്ന് പറഞ്ഞത് കെ കരുണാകരനാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ കാലത്താണ് കൊണ്ടുവന്നത്. അന്ന് കേരളമാകെ നടന്ന് പ്രസംഗിച്ചു. കരുണാകരനും പത്മജയും മുരളീധരനും അവിടെ വ്യാപകമായ തോതിൽ സ്ഥലം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നത് എന്നന്ന് പ്രചരിപ്പിച്ച ആളുകൾ, അന്നത്തെ DYFIയുടെ സെക്രട്ടറി ശർമ്മ, ഞാന് ഇവിടെ എന്റെ ശരീരത്തിലൂടെ ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഇന്നിപ്പോ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ആ ഡയറക്ടർ ബോർഡിലിരിക്കുകയാണ്. UDF മണ്ഡലം ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട്, ഹുസൈൻ കോളശ്ശേരി, K ഹംസ, ബഷീർ തെക്കൻ, TK ഇപ്പു എന്നിവർ പ്രസംഗിച്ചു. തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. മണ്ണാർക്കാട് തെയ്യൂട്ടുചിറ അരക്കുപറമ്പ് പഞ്ചിലി സലീമിന്റെ മകൻ ഷാഫിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി ആര്യമ്പാവിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് സമീപമാണ് ഷാഫിയെ തീപ്പൊള്ളേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വട്ടമ്പലത്തെ ആശുപത്രിയിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ തിങ്കളാഴ്ച വൈകിട്ടോടെ മരണപ്പെട്ടു. ആത്മഹത്യയാണെന്ന് നാട്ടുകൽ പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ ഞായറാഴ്ച വൈകിട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണ്ണാർക്കാട് അണ്ടിക്കുണ്ട് ശിവൻകുന്ന ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയാണ് മുങ്ങി മരിച്ചത്. 21 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് വട്ടപ്പാറ ചെറുപുഴ വെള്ളച്ചാട്ടത്തിൽ വിജയും 2 സുഹൃത്തുക്കളും കൂടി കുളിക്കാനിറങ്ങിയത്. ഇതിനിടെ വെള്ളച്ചാട്ടത്തിൽ വിജയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് മണ്ണാർക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയായതോടെ കാലാവസ്ഥ പ്രതികൂലമായി. തിങ്കളാഴ്ച രാവിലെ വീണ്ടും തുടർന്ന തിരച്ചിലിൽ 9:30 വിജയുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായ സ്ഥലത്തിന് സമീപം വെള്ളക്കെട്ട് നിറഞ്ഞ കുഴിയിലാണ് വിജയെ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. കടമ്പടിപ്പുറത്ത് സുഹൃത്തുക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കടമ്പടിപ്പുറം കല്ലുവെട്ടുകുഴി വീട്ടിൽ മുഹമ്മദ് ഷാമിൽ, പാറക്കുണ്ടിൽ വീട്ടിൽ അനന്തു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 4-നാണ് കടമ്പടിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ്, ടോണി എന്നിവരെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അറസ്റ്റിലായ മുഹമ്മദ് ഷാമിൽ മുമ്പ് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ്. പ്രതികൾക്കെതിരെ ഗുണ്ട ആക്ട് ഉൾപ്പെടെ ചുമത്തി നടപടിയെടുക്കുമെന്ന് സബ് ഇൻസ്പെക്ടർ M ഷഹീർ പറഞ്ഞു. 2025 കടമ്പഴിപ്പുറം ബാറിന് സമീപം വെച്ച് നടന്ന വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടത്തിവന്ന അന്വേഷണത്തിലെ ഇവിടെ കടമ്പഴിപ്പുറം ഭാഗത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോങ്ങാട് സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് പണം കവരാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ്. ഇവർക്കെതിരെ ഗുണ്ട ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ചാർത്തി പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. ഇവർക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ കുറ്റ ചാർജ് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നു വന്ന 63ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽ എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ജേതാക്കളായി. സമ്മാനദാന ചടങ്ങ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിലും ആവേശം ചോരാതെയാണ് 63ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരത്ത് നടന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റ് തിങ്കളാഴ്ച വൈകിട്ട് സമാപിച്ചു. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കളായി. ഫൈനലിൽ അവർ നിലവിലുള്ള ജേതാക്കളായ കണ്ണൂരിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. എറണാകുളം SRV ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് എറണാകുളത്തിന് കളിച്ചത്. തിരുവനന്തപുരം 3ാം സ്ഥാനം നേടി. 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജേതാക്കളായി. നിലവിലുള്ള ജേതാക്കളായ മലപ്പുറത്തിനെ ടൈ ബ്രേക്കറിൽ 5-4 പരാജയപ്പെടുത്തിയത്. നിശ്ചിത സമയത്ത് ഇരുകൂട്ടരും ഗോളടിച്ചില്ല. ഫറൂഖ് HSS ആണ് കോഴിക്കോടിനായി വിജയിച്ചത്. എറണാകുളം 3ാം സ്ഥാനം നേടി. 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജേതാക്കളായി.
ഫൈനലിൽ അവർ തിരുവനന്തപുരത്തെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ചേലേമ്പ്ര NMM HSS ടീമാണ് മലപ്പുറത്തിനായി കപ്പ് നിലനിർത്തിയത്. കാസർഗോഡ് 3ാം സ്ഥാനം നേടി. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മീനാക്ഷി മികച്ച കളിക്കാരിയായും എറണാകുളത്തിൻ്റെ H മരിയ ലീമ ഏറ്റവും നല്ല ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളത്തിൻ്റെ അന്ന സുദർശൻ കൂടുതൽ ഗോളടിച്ച താരമായി. 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ MSP HSS മലപ്പുറത്തിൻ്റെ ഹാഷ്മിൻ മികച്ച കളിക്കാരനും പത്തനംതിട്ട റാന്നി MSHSSലെ ആൽഫിൻ ഷാജി മികച്ച ഗോളിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോതമംഗലം മാർബേസിൽ സ്കൂളിലെ KS അൽസാബിത്ത് 6 ഗോളോടെ ടോപ്പ് സ്കോററായി. 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം കണിയാപുരം സെന്റ് വിൻസെന്റ് HSSലെ റിമു മികച്ച താരമായും തൃശൂരിൻ്റെ അലൻ അമൃതരാജ് മികച്ച ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡിൻ്റെ മുഹമ്മദ് റൈഹാൻ ടോപ്പ് സ്കോററായി. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സിന് ദേശമില്ല, സ്പോർട്സിന് ഭാഷയില്ല. മെസ്സി അർജന്റീനയിലെ മെസ്സി സ്പീഡിഷോടത്ത് വന്നാൽ മെസ്സിയോട് സംസാരിക്കാൻ നമുക്ക് മെസ്സിയുടെ ഭാഷയറിയില്ല. നാം മെസ്സിയോട് സംസാരിക്കുക ഹൃദയം കൊണ്ടായിരിക്കും. അതാണ് നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന കായിക സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇടപെടൽ എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ ദേശഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറത്ത്, ജാതിമത ചിന്തയ്ക്കപ്പുറത്ത് സ്പോർട്സിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ നാടിനുണ്ട്. P മമ്മിക്കുട്ടി MLA ട്രോഫികൾ സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് അധ്യക്ഷനായി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ U ഷറഫ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫുട്ബോൾ താരം ജിസ്മ മാത്യു സക്കറിയയെ ചടങ്ങിൽ ആദരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ, സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ CS പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ശ്രീധരൻ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈതാലി തുടങ്ങിയവർ സംസാരിച്ചു. അലനല്ലൂർ പടുവൽക്കുന്ന് സ്വദേശി 55 വയസ്സുകാരനായ പുളിക്കൽ യൂസഫിനെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാണാനില്ലെന്ന് പരാതി. സമീപത്തെ ചാമാലി തോട്ടിലേക്ക് ഇറങ്ങിയതായി കണ്ടെന്ന നാട്ടുകാരുടെ വിവരത്തെ തുടർന്ന് തോട്ടിലും പരിസരങ്ങളിലും 2 ദിവസമായി പരിശോധന നടത്തി വരികയാണ്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ യൂസഫിനെ കാണാനില്ലായിരുന്നു. വിവരം എല്ലാവരും പങ്കുവച്ചതോടെയാണ് യൂസഫ് പടുവിൽക്കുന്ന് ഭാഗത്ത് ചാവാലി തോട്ടിലേക്ക് ഇറങ്ങുന്നതായി കണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞത്. ഇതോടെ നാട്ടുകാരും മണ്ണാർക്കാട് വട്ടമ്പലം അഗ്നിശമന സേനയും വിവിധ സംഘടനകളും ചേർന്ന് തോട്ടിലും പരിസരത്തും അന്വേഷിച്ചു വരികയാണ്. തോട് വെള്ളിയാറിലേക്ക് ചേരുന്നതിനാൽ പുഴയുടെ വിവിധ പ്രദേശങ്ങളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം കാണാനില്ലെന്ന സന്ദേശം സോഷ്യൽ മീഡിയകൾ വഴിയും നാട്ടുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇയാളെ നേരിട്ട് കാണുകയോ എന്തെങ്കിലും സൂചന ലഭിക്കുകയോ ചെയ്താൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. അലനല്ലൂർ പടുവിൽക്കുന്ന് സ്വദേശിയാണ് യൂസഫ്. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധി. റോഡിന്റെ അവസ്ഥ കത്തുപാട്ടിന്റെ ഈണത്തിൽ വരികൾ തയ്യാറാക്കിക്കൊണ്ടാണ് പത്തംകുളം സ്വദേശി കൂടിയായ ഇബ്രാഹിം മെനാക്കം തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട പ്രിയ റിയാസ് മന്ത്രി വായിക്കുവാൻ എഴുതുന്നു. ഏറെ പിരീഷത്താൽ അതിലേറെ രോഷത്താൽ കത്ത് കുറിച്ചിടുന്നു. ഏറിയ നാളായി ഞങ്ങൾ തുടരും ദുരിതം പറഞ്ഞിടുന്നു. ഇതിനാലെ ഏറെ പ്രതീക്ഷയാൽ അതിലേറെ മോഹത്താൽ വാക്കുകൾ കോർത്തിടുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം നേരിടുന്ന ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാതയിലെ കോതകുർശി മുതൽ കീഴൂർ റോഡ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് സാഹിത്യവും കലയും സംയോജിപ്പിച്ച് ഇബ്രാഹിം വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 1 മണിക്കൂർ കൊണ്ടാണ് കത്തുപാട്ടിന്റെ ഈണത്തിലുള്ള പ്രതിഷേധമായ 32 വരികളുള്ള ഗാനം ഇബ്രാഹിം എഴുതി തീർത്തത്. ശേഷം ഗാനത്തിന്റെ വരികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വരികൾ കണ്ടാണ് ഈ വഴി യാത്ര ചെയ്യാറുള്ള നെല്ലായ സ്വദേശി അൻസർ തച്ചോത്ത് വരികൾ പാടാൻ താല്പര്യം പ്രകടിപ്പിച്ചതും ആലപിക്കുകയും ചെയ്തത്. താൻ എഴുതി ആലപിച്ച പാട്ട് പൊതുമരാമത്ത് മന്ത്രി PK മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കത്തുപാട്ട് തയ്യാറാക്കിയെന്ന് ഇബ്രാഹിം പറഞ്ഞു. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ്. ഈ പ്രദേശത്തെ കോതകുർശി മുതൽ കിഴൂർ റോഡ് സെൻട്രൽ വരെയുള്ള ഈ യാത്ര ഏറെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പാട്ട് എഴുതുകയും പാട്ടിലൂടെ കലയിലൂടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. അധികാരികളോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാത്തൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു പാട്ടിലൂടെ ഈ വിഷയം
വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എഴുതിയ വരികൾ പോസ്റ്ററാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ എൻ്റെ സുഹൃത്തായ നെല്ലായ സ്വദേശി അൻസാർ തച്ചോത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അത് പാടി സ്റ്റുഡിയോയിൽ പോയി പാടി അതെനിക്ക് അയച്ചു തരികയുണ്ടായി. അതിൽ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വരികളുടെ ഗൗരവം കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് ഗാനം ആലപിക്കാൻ മുന്നോട്ട് വന്നതെന്ന് അൻസാർ തച്ചോത്ത് പറഞ്ഞു. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയ സുഹൃത്ത് ഇബ്രാഹിം മേനക്കത്തിൻ്റെ ഒരു രചന ഫേസ്ബുക്കിൽ കാണാൻ ഇടയാവുകയും അത് കണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ആ വഴിയിലൂടെ ആ റോഡിലൂടെ യാത്ര ചെയ്ത ഒരാളെന്ന രീതിയിൽ അതിൻ്റെ ഗൗരവം കൂടുതൽ എനിക്ക് മനസ്സിലാവുകയും അങ്ങനെയാണ് ആ ഒരു പാട്ട് എനിക്ക് പാടാനുള്ളൊരു താല്പര്യം ഉണ്ടായത്. പ്രതിഷേധമായ കത്തുപാട്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് സമൂഹമാധ്യമം വഴി ഇബ്രാഹിം മേനക്കം അയച്ചു കൊടുക്കുകയും കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻപും ഇബ്രാഹിം മേനക്കം പ്രതിഷേധമായി കത്തുപാട്ട് എഴുതി ആലപിച്ചിരുന്നു. കോതകുർശി വാണിയംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് 2021 ഇബ്രാഹിം മേനക്കം കത്തുപാട്ട് എഴുതി ആലപിച്ചത്. ചെറിയ രീതിയിൽ കവിതകളും പാട്ടും രചിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഇബ്രാഹിം. അനങ്ങനടി പഞ്ചായത്തിലെ മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു ഇബ്രാഹിം. നിലവിൽ ലീഗ് നേതാവും കൂടിയാണ്. വേറിട്ട പ്രതിഷേധം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇബ്രാഹിം. ഒറ്റപ്പാലം ദേശത്ത് പെരുമയിലുയരും മനങ്ങന്റെ താഴത്ത് പേരിത് റോഡെന്ന് ചൊല്ലും മുസീബത്ത് പേരിന് പോലും റോഡില്ല എന്താപത്ത് എന്തോരു തൊന്തീരവ് മനുഷ്യന്റെ നടുവൊടിയും കുഴിയാണിത് അനുദീനം വീഴും ചിലർ തെന്നും ചിലർ ചാടി എണീറ്റിടും വീണ്ടും അവർ വീഴും ജനം കാണും ഓരോ മുറിവും വല്ലാത്ത ദുർഗതിയെ. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിനെ സഹായിക്കാൻ കാരുണ്യ യാത്ര നടത്തി ബസ്സുകാരും. ചെറുപ്പശ്ശേരി നെല്ലായ പുലാക്കാട് റൂട്ടിലോടുന്ന ഇസ ബസ്സാണ് തിങ്കളാഴ്ച മനോജിന് വേണ്ടി ഓടിയത്. ഈ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പൊമ്പിലായ സ്വദേശി 31-കാരനായ പൈങ്ങുള്ളി മനോജിനെ സഹായിക്കാനായാണ് ബസ്സുകാർ തിങ്കളാഴ്ച കാരുണ്യയാത്ര നടത്തിയത്. 25 ലക്ഷത്തിലധികം രൂപയാണ് വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി മനോജിന് വേണ്ടത്. ഈ തുക കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ബസ് ജീവനക്കാരൻ കൂടിയായ മനോജിന് തങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെർപ്പളശ്ശേരി നെല്ലായ പുലാക്കാട് മപ്പാട്ടുകര അമ്പലപ്പാറ റൂട്ടിലോടുന്ന ഇസ ബസ് തിങ്കളാഴ്ച കാരുണ്യയാത്ര നടത്തിയത്. ഈ ഒരു ദിവസം ഓടിക്കിട്ടിയ വരുമാനം മുഴുവൻ മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറുമെന്ന് ജീവനക്കാർ പറഞ്ഞു. ഞങ്ങളുടെ ബസ്സിൻ്റെ MD അതായത് ഇസ മുഹമ്മദ് കുട്ടി എന്ന ഇസ മണി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ബസ് കയറുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ, വൃക്ക രോഗി ഉൾപ്പെടെയുള്ള മാരകമായ അസുഖങ്ങളുള്ളവർക്കും സൗജന്യ യാത്രയും അതുപോലെ നിർധനരായ കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പഠിത്തം നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ബസ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞങ്ങളുടെ തൊഴിലാളിയും സഹപ്രവർത്തകരും ബസ് ജീവനക്കാരനുമായ മനോജിൻ്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന കാര്യം അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ബസ്സുകാരും ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഇന്നത്തെ ദിവസം ഇസ ഗ്രൂപ്പിൻ്റെ ഈ ബസ്സാണ് ഓടുന്നത്. ഇസ ഗ്രൂപ്പിൻ്റെ മറ്റ് ദിവസങ്ങളിൽ മറ്റ് ബസ് ഓടുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുകയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ, അതായത് ഞങ്ങളുടെ MD യാതൊരു മടിയും കൂടാതെ എന്ത് വേണിച്ചാൽ ചെയ്തു കൊടുത്തോ എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നേ ദിവസം കിട്ടുന്ന മുഴുവൻ സംഖ്യയും മനോജിൻ്റെ ചികിത്സാ ധനസഹായ സമിതിയിലേക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു സൽക്കർമ്മം നടത്തുന്നത്. ബസ്സിൽ കയറിയ യാത്രക്കാർ നൽകിയ തുക കൂടാതെ സ്റ്റാൻഡിൽ നിന്നും ജീവനക്കാർ ധനസമാഹരണം നടത്തി. ഇസയുടെ മറ്റു റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളും ഓരോ ദിവസത്തെ കളക്ഷൻ മനോജിൻ്റെ ചികിത്സയ്ക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരുന്നു. ലക്കിടി കിള്ളിക്കുറിശിമംഗലം പത്മശ്രീ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള കൂടിയാട്ട മഹോത്സവമായ ആഷാഢോത്സവത്തിന് ജൂലൈ 16 തുടക്കമാകും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഷാഢോത്സവത്തിന് ആഗസ്റ്റ് 16 സമാപനമാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ നീണ്ടുനിൽക്കുന്ന കൂടിയാട്ട മഹോത്സവമായ ആഷാഢോത്സവത്തിനാണ് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകുന്നത്. കർക്കിടകം 1 മുതൽ 32 വരെയാണ് ആഷാഢോത്സവം അരങ്ങേറുന്നത്. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം എന്നിവയുടെ രംഗാവതരണമാണ് ആഷാഢോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുരുകുല നാട്യശാലയിൽ വൈകിട്ട് 6:30 മുതലാണ് പരിപാടികൾ നടക്കുക. ആദ്യ 19 ദിവസങ്ങളിൽ നങ്ങ്യാരമ്മക്കൂത്ത് നടക്കും. തുടർന്ന് ആഗസ്റ്റ് 4 മുതൽ 13 വരെ കൂടിയാട്ടവും, 14-ന് ചാക്യാർകൂത്തും, 15-ന് മിഴാവിൽ തായമ്പകയും, 16-ന് പാടകവും നടക്കും. 16-ാം വർഷമാണ് ആഷാഢോത്സവം നടക്കുന്നത്. മണിമാധവ ചാക്യാരുടെ മകളും നങ്ങ്യാരമ്മക്കൂത്ത് കലാകാരിയുമായ അമ്മിണിക്കുട്ടി നങ്ങ്യാരമ്മ ജൂലൈ 16 മുതൽ ആരംഭിക്കുന്ന നങ്ങ്യാരമ്മക്കൂത്ത് ഉദ്ഘാടനം ചെയ്യും. നിരവധി കലാകാരികളുടെ സംഗമമാണ് ഇത്തവണ ആഷാഢോത്സവത്തിന്റെ പ്രത്യേകതയെന്നും ഭാരവാഹിയായ PK ഹരീഷ് നമ്പ്യാർ പറഞ്ഞു. ആഷാഢോത്സവം എല്ലാ ദിവസവും വൈകുന്നേരം 6:30-നാണ് ഗുരുകുലം നാട്യശാലയിലാണ് അരങ്ങേറുന്നത്. ഇപ്രാവശ്യം ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 3 വരെ കേരളത്തിലെ പ്രശസ്തരായ നങ്ങ്യാർകൂത്ത് കലാകാരികളും അതുപോലെ തന്നെ ഗുരുകുലത്തിലെ കലാകാരികളും എന്ന് വേണ്ട നിരവധി കലാകാരികളുടെ ഒരു സംഗമമാണ് ഇന്നത്തെ ആഷാഢോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്രാവശ്യത്തെ ശ്രീകൃഷ്ണ കഥകളെയും ആസ്പദമാക്കിയിട്ട് നിരവധി അവതരണങ്ങളാണ് ഇന്ന് ഈ ആഷാഢോത്സവത്തിൽ ഇപ്രാവശ്യം അരങ്ങേറാൻ പോകുന്നത്. കൂടിയാട്ടത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ 60-ാം വയസ്സ് തികയുന്ന വർഷം കൂടിയാണ് 2024 എന്നും ഹരീഷ് നമ്പ്യാർ പറഞ്ഞു. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ ഈ കർക്കിടക മാസം 1 മുതൽ 32 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടിയാട്ട മഹോത്സവമാണ് നടക്കാൻ പോകുന്നത്. ഈ കൂടിയാട്ട മഹോത്സവം തുടങ്ങിയിട്ട് ഇതിന് 16-ാമത്തെ വയസ്സാണ്. 16 വർഷമായി ഈ കൂടിയാട്ട മഹോത്സവം തുടങ്ങിയിട്ട്. ഇന്നത്തെ ഈ കൂടിയാട്ട മഹോത്സവത്തിൻ്റെ ഇപ്രാവശ്യത്തെ ഈ കൂടിയാട്ട മഹോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിൻ്റെ 60 വയസ്സ് തികയുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ആ വർഷമാണ് ഈ ആചരിക്കുന്നത്. മാണിമാധവ ചാക്യാർക്ക് ആദ്യമായിട്ട് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കൊടുത്തതിന് ശേഷം ആണ് കൂടിയാട്ടത്തിന് ഒരു അംഗീകാരം ലഭിച്ചത്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സദനം വിനോദ്, ശ്വേത യു നമ്പ്യാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി കുലുക്കലൂർ പഞ്ചായത്തിലെ വൃക്ക രോഗികൾക്ക് സഹായങ്ങൾ നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുലുക്കലൂർ പഞ്ചായത്തിലെ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണവും ആശാപ്രവർത്തകർക്കുള്ള ആദരണവുമാണ് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവരെപ്പോലുള്ളവർ വളരില്ല. കാരണം നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും മറ്റുള്ളവരെ മനസ്സ് കണ്ട് അവരുടെ വേദനകളും വിഷമങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് ഉപകാരം ചെയ്യാൻ ഇറങ്ങുന്നവരെ ആരും കാണില്ല. അവരെല്ലാവരും എപ്പോഴും എന്തൊരു ചെല്ലുണ്ട്, മൂച്ചകൾ മാങ്ങണ്ടെങ്കിൽ എറിവിടാന്ന് മാതിരി അവരെപ്പോഴും ചവിട്ടിത്താത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഗോപേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ മനസ്സാണ് നമുക്കുണ്ട്. നിങ്ങൾക്കറിയില്ല ഇദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനായിട്ട് പോയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും കമ്പനി ആയത്. കാരണം ഒരു ഒറ്റ മനസ്സാണ്. ഏതായാലും ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ BJP-ന്റെ സ്ഥാനം പ്രസിഡന്റും അല്ലെങ്കിൽ CPIന്റെയും ലീഗിന്റെയും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് നമ്മൾ ഒറ്റക്കെട്ടാന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രവർത്തനം. ഇപ്പൊ ഞാൻ ചുരുക്കി ഉദാഹരണം പറയും. വാഴക്കാട് പഞ്ചായത്തില് ബഹുമാനപ്പെട്ട ET മുബഷീർക്ക മനസാഹിബ് ഞങ്ങളൊരു പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് മനസാഹിബ് വരണം. അതിന്റെ ഒരു 19 പഞ്ചായത്തുകൾ അതൊക്കെ ഞാൻ. സൊസൈറ്റി ചെയർമാൻ N ഗോപകുമാർ അധ്യക്ഷനായി. JC ഡാനിയൽ പുരസ്കാര ജേതാവ് KC കുഞ്ഞുട്ടി കാടമ്പുഴ, വല്ലപ്പുഴ നെസ്റ്റ് ഡയാലിസിസ് പ്രസിഡന്റ് K അബ്ദുറഹ്മാൻ, കുഞ്ഞഹമ്മദ്, സജീവ് ചുണ്ടങ്ങാട്ടിൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി മാറ്റംതടം, അനിൽ പുറമത്ര, ചന്ദ്രൻ BP, രാജകുമാർ, ബഷീർ നടുവട്ടം, M ഗിരിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹാഫിസ് റഹ്മാനെ നജീബ് കാന്തപുരം MLA വീട്ടിലെത്തി അനുമോദിച്ചു. നേരത്തെ JEE മെയിൻ പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ ഹാഫിസ് റഹ്മാൻ 1ാം റാങ്ക് നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരള എൻട്രൻസിലും റാങ്ക് നേട്ടം. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹാഫിസ് റഹ്മാനെ പൊന്നിയാംകുറിശ്ശിയിലെ വീട്ടിലെത്തി നജീബ് കാന്തപുരം MLA അനുമോദിച്ചു.
കുറ്റിയി മാനുപ്പ, എം അബ്ദുസമദ്, കെ എം റാഷിഖ്, കെ പി അബ്ദുറഹ്മാൻ, കിഴക്കേതിൽ നാസർ, ഷംസുദ്ദീൻ, നിസാർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ഖത്തറിൽ പീഡിയാട്രിഷ്യനായ പെരിന്തൽമണ്ണ പൊന്യാംകുറിശി ഏലിക്കോട്ടിൽ അബ്ദുറഹ്മാന്റെയും ഷാഹിനയുടെയും മകനാണ് ഹാഫിസ് റഹ്മാൻ. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്കിനൊപ്പം അഖിലേന്ത്യാ തലത്തിൽ 542ാം റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ JEE മെയിൻ പരീക്ഷയിൽ ഹാഫിസ് റഹ്മാൻ സംസ്ഥാനത്ത് 1ാം റാങ്കും അഖിലേന്ത്യാ തലത്തിൽ 197ാം റാങ്കും നേടിയിരുന്നു. കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയുടെ പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്കും അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 3ാം റാങ്കും നേടിയിട്ടുണ്ട്. ഹാഫിസ് റഹ്മാന് മദ്രാസ് IITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTechന് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. അവിടെ ചേർന്ന് പഠിക്കുമെന്ന് ഹാഫിസ് റഹ്മാൻ MLAയോട് പറഞ്ഞു. കുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ BBUP സ്കൂളിൽ ചാന്ദ്രോത്സവം 2024 സംഘടിപ്പിച്ചു. പരിപാടിയിൽ ആസ്ട്രോ ക്ലബ്ബ് ഉദ്ഘാടനവും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ പ്രദർശനവും നടന്നു. ജൂലൈ 21 ചന്ദ്രദിനത്തോടനുബന്ധിച്ചാണ് ചുണ്ടമ്പറ്റ BBUP സ്കൂളിൽ ചന്ദ്രോത്സവം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ പ്രദർശനവും ഒരുക്കിയിരുന്നു. വളർന്നുവരുന്ന തലമുറയിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ ഉതകുന്നതാണ് പ്രദർശനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ചന്ദ്രോത്സവം ഇന്ന് BBUP സ്കൂളിൽ കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രബോധം വളർന്നു വരുന്ന തലമുറയ്ക്ക് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടുകൂടെ ഒരുക്കിയിട്ടുള്ള ഈ പ്രദർശനം മറ്റു സ്കൂളിലെ കുട്ടികൾക്ക് കൂടി കാണുന്നതിന് അവസരമൊരുക്കിക്കൊണ്ടാണ് BBUP സ്കൂൾ സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒട്ടനവധി ദിനാചരണങ്ങൾ നമ്മൾ ആചരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ശാസ്ത്രബോധം വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള ദിനാചരണങ്ങൾ ആചരിക്കുക എന്നത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. വിജ്ഞാനവും കൗതുകവും പകരുന്നതാണ് പ്രദർശനമെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ചന്ദ്രദിനം ആഘോഷിച്ചത് ഒരു റോക്കറ്റ് നിർമ്മിച്ചിട്ടാണ്. പക്ഷേ ഈ വർഷം അതിലും മികച്ച രീതിയിൽ ഞങ്ങൾ ചന്ദ്രദിനം ആഘോഷിച്ചു. വളരെ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് പോയി കാണേണ്ട കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ വന്ന് കാണിച്ചു തന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അവർക്ക് ഈ പരിപാടി നല്ലോണം ഇഷ്ടമായി. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ അറിയാൻ കഴിഞ്ഞു. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഭാഗമായി ISRO നമ്മുടെ സ്കൂളിൽ ഒരു സൗകര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പരമാവധി ആളുകളെല്ലാവരും ഉപയോഗപ്പെടുത്തുക, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തും. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ISROയുടെ കീഴിൽ സ്പേസ് ഓൺ വീൽസ് എന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ISRO തിരുവനന്തപുരം നേരിട്ടെത്തിയിട്ടുള്ള ഈ കുട്ടികൾക്ക് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. വാർഡ് മെമ്പർ ജസീല സ്രാജുദ്ദീൻ അധ്യക്ഷയായി. പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ മുഖ്യാതിഥിയായി. പ്രോഗ്രാം കോർഡിനേറ്റർ VP മനോജ്, PTA പ്രസിഡന്റ് അബൂബക്കർ, MPTA പ്രസിഡന്റ് ഷാലിനി M, നുസൈബ അഷ്റഫ്, മാനേജർ അരുൺകുമാർ എന്നിവർ സന്നിഹിതരായി. ഹെഡ്മാസ്റ്റർ K റഷീദ്, ശാസ്ത്രാധ്യാപകൻ M സുധീർ തുടങ്ങിയവരും സംസാരിച്ചു. ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് അനീഷ് കുട്ടികൾക്ക് ശാസ്ത്ര സത്യങ്ങളെ വിശദീകരിച്ചു കൊടുത്തു. പ്രദർശനം കാണാൻ മറ്റു സ്കൂളിലെ കുട്ടികൾക്കും അവസരം ഒരുക്കിയിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സാധ്യതകളും അവസരങ്ങളും ചൂണ്ടിക്കാട്ടി കരിയർ ഗുരു ജലീൽ MS പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയിൽ +2 വിദ്യാർത്ഥികൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിച്ചു. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കരിയർ നിങ്ങളുടെ സ്കിൽസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം. ഒന്നാമത് ആദ്യം ചെയ്യേണ്ട പണി അതാണ്. പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെ ബന്ധപ്പെടുത്തിയുമാണ് പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയിൽ +2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചത്. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതും ആ കോഴ്സുകൾ പൂർത്തീകരിക്കുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങളും തൊഴിൽ സാധ്യതകളും സംബന്ധിച്ചും സെമിനാറിൽ ക്ലാസ് എടുത്ത കരിയർ ഗുരു MS ജലീൽ വിവരിച്ചു.
അങ്ങനെ ഉണ്ടാവും ചില കോഴ്സുകളുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും, അത് പഠിച്ചിട്ട് വേണം ഒരു കോഴ്സ് എന്ത് ചെയ്യാൻ. എന്ത് ജോലിയാണ് വരുന്നത്. അടുത്തത് നോക്കിയാൽ നിങ്ങൾ കോഴ്സ് കണ്ടന്റ്. എൻ്റെ അടുത്ത് ഒരുത്തം പറഞ്ഞു, എൻ്റെ ജീവിതം പോയി, ഞാൻ ഫാർമസിയാണ് പഠിക്കുന്നത്, ഫുൾ ഓർഗാനിക് കെമിസ്ട്രിയാണ്. എന്നോട് പറഞ്ഞു ഓർഗാനിക് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കാനം വരുന്ന ആളാണ്. ഓർഗാനിക് എന്ന് കേൾക്കുമ്പോൾ ഓർക്കാനം വരുന്ന ആളാണ് ഫാർമസിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തിനാ ഈ ഫാർമസി കിട്ടത്, അത് ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ അറിഞ്ഞ ജോലി കിട്ടുന്ന എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ഞാനങ്ങ് പോയി. കോഴ്സ് കണ്ടന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം. എന്നോട് എടുത്ത പറഞ്ഞു എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. എന്നുവെച്ചാൽ എന്താ നല്ല കരിയറാണ്. ഞാൻ ആയിക്കോട്ടെ, അതിന് നീ എന്താ കണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് ബിടെക് ശരിയാവില്ല. ഞാൻ ചേർന്ന ബിടെക്കിൽ കൂടുതൽ മാത്സും ഫിസിക്സും പഠിക്കാൻ എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുകയും വേണം, ആനപ്പുറത്തിരിക്കുകയും വേണം, നാട്ടുകാർ കാണാനും പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു BCA ചെയ്തോളൂ. BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്താ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താ? അതിൽ ബിടെക്കിൽ വരുന്ന അത്ര മാത്സ് ആൻഡ് ഫിസിക്സ് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് പറഞ്ഞ ഫിസിക്സ് ഇല്ല. മാത്സ് ഉണ്ട്, സിമ്പിൾ അരിത്തമെറ്റിക്കാണ്. നിങ്ങൾ പഠിക്കുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കണ്ടന്റ് ഓറിയന്റഡ് ആയി പഠിക്കാണ്ടാവും അത്യാവശ്യം. അതൊരു കോഴ്സ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, കോഴ്സ് സെലക്ട് ചെയ്യാൻ. കണ്ടന്റ് നോക്കുക. പിന്നെ ഞാൻ പറയുന്ന ഓപ്ഷൻസ്. അസൈനർ അങ്ങാടിപ്പുറം സെമിനാറിൽ മോഡറേറ്റർ ആയിരുന്നു. അൽസലാമ ഡയറക്ടർ നാസർ ചോലയ്ക്കൽ, ധീരജ്, മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ഡയറക്ടർമാരായ സെയ്ദ് അലി, നാസർ അലിക്കൽ, അസൈനർ ഹാജി, അബ്ദുൾ ജലീൽ, മുഹമ്മദ് അലി മാട്ടുമത്തൊടി, ജനറൽ മാനേജർ അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി നേത്രരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന അൽസലാമ ഐ ഹോസ്പിറ്റൽ വിദ്യാഭ്യാസ മേഖലയിലും പുരോഗമനപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ BSc ഒപ്റ്റോമെട്രിക്ക് പുറമെ ഈ വർഷം പുതുതായി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സും തുടങ്ങി. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈൻ കൽപ്പിത സർവകലാശാലയുടെ കൊച്ചിൻ ക്യാമ്പസുമായി ചേർന്ന് ബിവോക് ഒപ്റ്റോമെട്രി തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സും ആരംഭിച്ചു. 3 വർഷം കൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കാവുന്ന ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ NAC A+ ഡിഗ്രി സർട്ടിഫിക്കറ്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NSDCയുടെ സർട്ടിഫിക്കറ്റും UK സ്കിൽ ഫെഡറേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇതിനാൽ സ്വദേശത്തും വിദേശത്തും ജോലി ഉറപ്പാക്കാനാവും. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടം ഇങ്ങനെ ഉരുണ്ട കമ്പി കൊണ്ട് നിർമ്മിച്ചാൽ എന്തു ചെയ്യും? ഇരുന്നാൽ വീഴും. അപ്പോൾ പിന്നെ ഇത് തന്നെ പണി. കവുങ്ങ് തടി വെച്ചങ്ങ് കെട്ടി ഇരുത്തം സുഖമാക്കി. സംഭവം നാട്ടുകൽ പാലോട് റോഡിലാണ്. ഇവിടെ ഇരുന്ന് വീണ ആരോ ആകാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ കാണുന്ന രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. ഉരുണ്ട മിനുസമുള്ള സ്റ്റീൽ കമ്പിയാണ് ഇരിപ്പിടത്തിനായുള്ളത്. ചെറുപ്പക്കാർക്ക് പോലും ഇതിൽ ഇരിക്കാൻ കഴിയില്ല. ഇരിക്കാൻ ശ്രമിച്ചാൽ താഴെ വീഴുമെന്ന് ഉറപ്പ്. പലരും ഇങ്ങനെ വീണിട്ടുമുണ്ട്. സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും ധാരാളമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്താറുണ്ട്. ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ബാഗുമായി താഴെ വീഴും. ഇങ്ങനെ വീണ ആരോ ചെയ്ത പണിയാകാം ഇത്. ഇരിപ്പിടത്തിൻ്റെ രണ്ടറ്റത്തും 4 ചെങ്കല്ലുകൾ അടുക്കി വെച്ച് കവുങ്ങുതടി ഇരിപ്പിടത്തിന് സമാന്തരമായി സ്ഥാപിച്ചു. ഇപ്പോൾ വീഴാതെ ഇരിക്കാം, പേടി വേണ്ട. ഇതാര് ചെയ്തെന്നോ എപ്പോൾ ചെയ്തെന്നോ നാട്ടുകാർക്ക് പോലും അറിയില്ല. പക്ഷേ ചെയ്തത് വലിയൊരു ഉപകാരമായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുട്ടികൾ ബസ് കാത്തുനിൽക്കും. സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ ഈ റോഡ് സൈഡിൽ ഇവിടെ തന്നെയാണ് നിർത്താറുള്ളത്. അതുകൊണ്ട് സ്കൂൾ കുട്ടികൾ കൂടുതൽ യൂസ് ചെയ്യണ ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് അവർ വീഴലും പിടിക്കലും എണീപ്പിക്കലും ഒക്കെ ഉണ്ടായ സംഭവത്തിന് ഇതാര് ചെയ്താലും നല്ലൊരു കാര്യമായിട്ട് ഒരിക്കൽ കൂടി പറയണം. ഇതിൻ്റെ അധികാരികളൊന്ന് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് പറയുന്നത്. ദേശീയപാതയുടെ വികസന പ്രവൃത്തികൾക്ക് ശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ട് വർഷം 5 കഴിഞ്ഞു. അന്നു തൊട്ട് ഈ കേന്ദ്രങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്രം യാത്രക്കാർക്ക് വലിയൊരു ഉപകാരമായെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. ബസ്സോട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. ഇതിൽ ആരും കയറി ഇരിക്കുകയും ചെയ്തിരുന്നില്ല. പിന്നെ കുട്ടികൾ വന്നിട്ട് വീഴാൻ പോയിരുന്നു. 2-3 കുട്ടികൾ വീണിട്ടുണ്ട്. പിന്നെ ആരും വരയില്ല. അങ്ങനെ വെയിലുണ്ടാകുന്ന സമയത്ത് വെയിൽ ഇതിൽ കൊള്ളും. ഇതിൻ്റെ രൂപീകരണങ്ങൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഒരു 2 ഷീറ്റ് ഇട്ടൊക്കെയാണ്. വെയിലടിച്ചാൽ വെയിൽ കൊള്ളും, മഴയത്തൊരു ചെറിയൊരു രക്ഷ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറും യാത്രക്കാരുള്ള ഭാഗം കൂടിയാണ് പാലോട് റോഡ്. എവിടെയായാലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഇത്തരം ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച് ആളുകളുടെ നടുവൊടിക്കരുത് എന്നാണ് ഈ നാട്ടുകാരുടെ അഭ്യർത്ഥന.
വാണിജ്യ വാർത്തകൾ. സ്വദേശ് നിധി ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സുരഭി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ധനകാര്യ സ്ഥാപനമായ സ്വദേശ് നിധി ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും നടന്നു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ സാമ്പത്തിക വളർച്ച സ്വദേശ് നിധിയിലൂടെ എന്ന തലക്കെട്ടോടെയാണ് ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വദേശ് നിധി ലിമിറ്റഡിന് ഇനി പുതിയ മുഖം. സ്വദേശ് നിധി ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സുരഭി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ടവറിന്റെയും ധനകാര്യ സ്ഥാപനമായ സ്വദേശ് നിധി ലിമിറ്റഡിന്റെയും ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. തങ്ങൾ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ നല്ല നിലയിൽ നടക്കണമെന്നുള്ള താല്പര്യം, അതെല്ലാം ആ മൂല്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാനാകട്ടെ. ജനങ്ങളുമായി, നാടുമായി, സമൂഹവുമായി നല്ല ഹൃദയബന്ധം സൂക്ഷിച്ച് കൂടുതൽ കരുത്തോടെ, നല്ല ഐശ്വര്യത്തോടെ ഈ സ്ഥാപനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഈ നാടിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനമായി മാറാനും കഴിയട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച നിലയിൽ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ശ്രീകൃഷ്ണപുരത്തെ സംബന്ധിച്ച് MLA എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള ഒരു നല്ല ഓർമ്മയായി മാറിയിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് രാജുവേട്ടൻ്റെയും സുന്ദരേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സ്വദേശ് നിധി ലിമിറ്റഡ്, അത് യഥാർത്ഥത്തിൽ ആ സ്വാഭാവികമായും ആ കൂട്ടായ്മയുടെ, സഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാം ആണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷയായി. ഡയറക്ടർ സുബ്രഹ്മണ്യൻ വിനോദ് കാർത്തികയിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. മാനേജിംഗ് ഡയറക്ടർ P. രാജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സൈദാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, വാർഡ് മെമ്പർ MK ദ്വാരകാനാഥൻ, M. രാജേഷ്, നിഷാദ്, മണികണ്ഠൻ പാലാങ്കുഴി, KN ബേബി, മാനേജർ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് അംഗങ്ങൾക്കും ഡയാലിസിസ് രോഗികൾക്കുമുള്ള ചികിത്സാ ധനസഹായ വിതരണം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പഠനോപകരണ വിതരണം, വീൽ ചെയർ വിതരണം എന്നിവയും നടന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഗോൾഡ് ലോൺ, സേവിംഗ് ഡെപ്പോസിറ്റ്, വസ്തുപണയ വായ്പ, മറ്റ് വിവിധതരം വായ്പകൾ തുടങ്ങിയ സേവനങ്ങൾ സ്വദേശ് നിധി ലിമിറ്റഡിലൂടെ ലഭിക്കും. ഫിക്സഡ് റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾക്ക് 12% വരെ പലിശ, സ്വർണ്ണവിലയുടെ 80% വായ്പ, കുടുംബശ്രീ വായ്പകൾ, ഡെയിലി ഡെപ്പോസിറ്റ് എന്നിവ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സ്ഥിര നിക്ഷേപം നടത്തുന്നവർക്ക് 1% പലിശ അധികവും നൽകുന്നുണ്ട്. സുരഭി ചിറ്റ് ഫണ്ട്, മഹാലക്ഷ്മി ഫിനാൻസ്, സുരഭി കൺവെൻഷൻ സെന്റർ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളിയുമുണ്ടായി. ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ ഇപ്പോൾ പുലാപ്പറ്റയിലും. 5 വർഷത്തോളമായി കല്ലടിക്കോട് കരിമ്പ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ ശാഖ പുലാപ്പറ്റ ഉമ്മനടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിത്യനിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, RD, ഗ്രൂപ്പ് ലോണുകൾ, ബിസിനസ് ലോണുകൾ, ഗോൾഡ് ലോണുകൾ കൂടാതെ വനിതകൾക്കുള്ള ആകർഷകമായ നിക്ഷേപ വായ്പാ പദ്ധതികളുമായാണ് ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ പുതിയ ശാഖ പുലാപ്പറ്റ ഉമ്മനഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്ത നടനും ടെലിവിഷൻ കാരിക്കേച്ചർ അവതാരകനുമായ ജയരാജ് വാര്യർ ശാഖ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞു, കോവിഡിൻ്റെ രോഗകാലത്ത് തുടങ്ങിയ സ്ഥാപനം 4ാമത്തെ ബ്രാഞ്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു വിശ്വാസ്യത ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ ലോണുകൾ, അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഗോൾഡ് ലോൺ കൊടുക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ലോണുകൾ കൊടുക്കുന്നു. അതോടൊപ്പം ഏതൊരാൾക്കും ഏത് കാര്യത്തിനും ഈ ഗ്രാമധനശ്രീ സമീപിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ലോണുകളും മറ്റും ലഭ്യമാണ് എന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ സവിശേഷത. മാനേജിംഗ് ഡയറക്ടർ M. പ്രമോദ് അധ്യക്ഷനായി. ചെയർമാൻ സുജിത് US, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്ത്രകുമാർ, വ്യാപാരി വ്യവസായി പുലാപ്പറ്റ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മേനകത്ത് എന്നിവർ മുഖ്യാതിഥിയായി. സിനിമാ നിർമ്മാതാവും സംവിധായകനും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ വിജീഷ് മണി വിശിഷ്ടാതിഥിയായിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് വിസ്മയ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PA കമറുദ്ദീൻ, സിദ്ദീഖ്, K. നിഷാദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡയറക്ടർ ഉണ്ണി KJK നന്ദി പറഞ്ഞു. കരിമ്പ, തച്ചമ്പാറ, പുലാപ്പറ്റ, കാഞ്ഞിരം എന്നിവിടങ്ങളിലാണ് ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ മറ്റു ശാഖകൾ പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ ഡ്രൈവറെ കത്തികൊണ്ട് കുത്താൻ ശ്രമം. ഡ്രൈവർ TP സുനിലിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. കുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്തു.
CPI-യിലെ വിഭാഗീയത, പോരാടാൻ ഉറച്ചു വിമതർ. പാർട്ടി പുറത്താക്കിയ പാലോട് മണികണ്ഠൻ സെക്രട്ടറിയായി സേവ് CPI-ക്ക് രൂപം നൽകി. പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ വൻ ആൽമരം കടപുഴകി വീണു. കുന്നപ്പള്ളിയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു. ആളപായമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറാംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. നിരവധി മഹല്ലുകളുടെ ഗാസിയാണ്. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽ എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ജേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.